ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചേനത്തണ്ടും ചെറുപയറും വെച്ചിട്ടുള്ള ഒരു തോരനാണ്. അതിനിവിടെ ചെറുപയർ നേരത്തെ കുതിർത്തി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിലല്ല, നമ്മൾ നേരിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. അതിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ ചതച്ചിടണം. അതിന് ഒരു 3 പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി, ഒരു വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കണം. ഇനി നമുക്ക് ചേനത്തണ്ട് പറിച്ചെടുക്കണം. അതിന് നമുക്ക് ഇവിടെ ചേന നട്ടിട്ടുണ്ട്. നമുക്ക് പോയി പറിച്ചെടുത്തിട്ട് വരാം. ഞാൻ ചേനത്തണ്ട് പറിച്ചെടുക്കാം. ഇനി അതിൻ്റെ അതെല്ലാം കളഞ്ഞെടുക്കുക. ഇനി അത് അങ്ങനെയൊന്ന് കഴുകിയെടുക്കാം. നമ്മൾ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തൊലി നമുക്ക് ഇങ്ങനെ കളഞ്ഞെടുക്കണം. ഓരോന്നിൻ്റെയും തൊലി ഇങ്ങനെ കളഞ്ഞെടുത്ത് അതിന് ശേഷവും നമുക്കൊന്ന് കഴുകി പിഴിഞ്ഞെടുക്കണം. ഇത് എന്നിട്ട് കൊത്തി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചേനത്തണ്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങ, ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണത്, അതും ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്യാം. അത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേനപ്പിണ്ടി ഇട്ട് കൊടുക്കാം. ഇതിന് വെള്ളം ഒഴിക്കേണ്ട, ഇതിനകത്ത് തന്നെ വെള്ളം ഉണ്ടാവും. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. നമ്മൾ ചെറുപയറിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മാത്രമുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിട്ടാൽ മതിയാവും ചേനപ്പിണ്ടിയിലേക്ക്. ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറുപയർ ഇട്ട് കൊടുത്താൽ മതി. ചെറുപയർ വെന്തിരിക്കണമായതുകൊണ്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചിരിക്കട്ടെ. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം. നമുക്ക് കണ്ടോ, ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും ഇതിനകത്ത് വെള്ളമയം വന്നിട്ടുണ്ട്. ഏകദേശം ആകാറായിട്ടുണ്ട്. അത് ഇത്തിരി നേരം കൂടി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് നോക്കാം. ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. അധികം ക്വാണ്ടിറ്റി വേണ്ടവർക്ക് ഒരു തണ്ടും കൂടി എടുക്കാം കേട്ടോ. ഇപ്പോൾ ചേന പറിക്കാറായിട്ടില്ല നമുക്ക്. പക്ഷേ ഒരു ചേനയുടെ ഇതിൽ നിന്ന് 2-3 പിണ്ടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അതിൽ നിന്ന് പറിക്കാവുള്ളൂ. ഒറ്റ തണ്ടുള്ളതിൽ നിന്ന് നമ്മൾ പറിക്കരുത്. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാവണം, അല്ലെങ്കിൽ തേങ്ങയുടെ പച്ചമണം ഉണ്ടാവും. ഇതിൽ ഉപ്പ് നോക്കിയപ്പം ഇത്തിരി കുറവായിരുന്നു. നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം, കുറച്ചും കൂടി. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുകയാണ്. നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ചേനപ്പിണ്ടി ചെറുപയർ തോരൻ ശരിയായിട്ടുണ്ട്. ചേനപ്പിണ്ടി എന്ന് പറഞ്ഞാൽ ചേനയുടെ തണ്ടിനെയാണ് ചേനപ്പിണ്ടി എന്ന് പറയണത്. ഞങ്ങളുടെ നാട്ടിൽ ചേനപ്പിണ്ടി എന്നും ചേനത്തണ്ടെന്നും ഒക്കെ പറയും. ചേന വീട്ടിൽ നട്ടിട്ടുള്ളവരാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നല്ലൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.